ആദ്യം നമുക്ക് ഒരു വീഡിയോ കാണാം. വീഡിയോ മറ്റാരുടേതുമല്ല, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റേത് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷം പറഞ്ഞതല്ല, മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ വിവാദമായ ഒരു വിഷയമുണ്ട്. മറ്റൊന്നുമല്ല, മുനമ്പം ഭൂമി വിഷയം തന്നെ. മുനമ്പം ഭൂമി വഖഫാണോ അല്ലയോ എന്ന തർക്കം തന്നെയായിരുന്നു. വഖഫല്ല, ഇത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവകാശികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. സമരപ്പന്തലിൽ ചെന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ പറഞ്ഞു, 10 മിനിറ്റ് മതി ഈ പ്രശ്നം പരിഹരിക്കാൻ. സർക്കാർ പ്രശ്നം നീട്ടി കൊണ്ടുപോവുകയാണ്. അത് മുനമ്പം വഖഫ് ഭൂമിയല്ല, വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒത്തുകളി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് 10 മിനിറ്റ് മതി ഈ പ്രശ്നം പരിഹരിക്കാൻ. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കും. ഇതൊക്കെയായിരുന്നു അന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ പറഞ്ഞത്. അത് നമുക്ക് കേൾക്കാം. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. 2 സ്ഥലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളുടെ നിലപാടെന്താ മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല, ദാനം കൊടുത്ത ഭൂമിയാണ്. അതിന്റെ പണം അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡ് കൂടി ഇടപെട്ട്, സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. സംസ്ഥാന ഗവൺമെന്റിന് കഴിയും. വി.ഡി. സതീശന്റെ പ്രതികരണം കേട്ടല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ മാധ്യമം ഓൺലൈനിൽ വന്ന ഒരു വാർത്ത കാണാം. ഇന്നത്തെ മാധ്യമം ഓൺലൈനിൽ വന്ന വാർത്ത എന്ന് വെച്ചാൽ 2026 മെയ് 23 2:18 അത്രയും സമയമായില്ല, 2:18 ഈ വാർത്ത മാധ്യമത്തിന്റെ ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. 2:18 23 മെയ് 2026. ഇപ്പോൾ 16:23 എന്ന് വെച്ചാൽ 4:23. അത്രയൊന്നും സമയമായിട്ടില്ല വാർത്ത വന്നിട്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുനമ്പം ഭൂമി വഖഫ് പോർട്ടലായ ഉമീദിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വാർത്ത തുടങ്ങുന്നു: മുനമ്പത്ത് ഫറൂഖ് കോളേജിന് വഖഫായി ലഭിച്ച 404 ഏക്കർ ഭൂമി വഖഫ് പോർട്ടലായ ഉമീദിൽ രജിസ്റ്റർ ചെയ്തു. ഭൂമിയുടെ മുതവല്ലി സ്ഥാനം വഖഫ് ബോർഡ് ഏറ്റെടുത്താണ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത്. ഇവിടെ താമസിക്കുന്ന 200ഓളം കുടുംബങ്ങൾ റവന്യൂ അവകാശങ്ങൾക്കായുള്ള നിയമ പോരാട്ടത്തിലാണ്. ഫറൂഖ് കോളേജിന് സത്താർ സേട്ട് എന്ന വ്യക്തി വഖഫ് ചെയ്ത ഭൂമി പിന്നീട് അന്യാധീനപ്പെടുകയും വിൽപ്പന നടത്തുകയുമായിരുന്നു. 200ഓളം കുടുംബങ്ങളുടെ കയ്യിലാണ് നിലവിൽ ഈ ഭൂമി വഖഫ് അല്ലെന്ന നിലപാടാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഭൂമി വഖഫാണെന്ന നിലപാടാണ് വഖഫ് ബോർഡ് സ്വീകരിച്ചത്. ഭൂമി വഖഫ് അല്ലെന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് മുനമ്പത്തെ 404 ഏക്കറും കേന്ദ്ര വഖഫ് പോർട്ടലായ ഉമീദിൽ രജിസ്റ്റർ ചെയ്തത്. രേഖകൾ പ്രകാരം ഈ ഭൂമിയുടെ മുതവല്ലി ഫറൂഖ് കോളേജാണ്. എന്നാൽ ഭൂമി വഖഫ് അല്ലെന്ന നിലപാട് ഫറൂഖ് കോളേജ് തുടർന്ന സാഹചര്യത്തിൽ വഖഫ് ബോർഡ് തന്നെ മുതവല്ലി സ്ഥാനം ഏറ്റെടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയായിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വായിച്ചത്. മാധ്യമത്തിൽ വന്ന വാർത്തയാണ്, മാധ്യമത്തിൻ്റെ ഓൺലൈനിൽ വന്ന വാർത്തയാണ്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: രേഖകൾ പ്രകാരം ഈ ഭൂമിയുടെ മുതവല്ലി ഫറൂഖ് കോളേജിനാണ്. എന്നാൽ ഭൂമി വഖഫ് അല്ലെന്ന നിലപാട് ഫറൂഖ് കോളേജ് തുടരുന്ന സാഹചര്യത്തിൽ വഖഫ് ബോർഡ് തന്നെ മുതവല്ലി സ്ഥാനം ഏറ്റെടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയായിരുന്നു. ഭൂമി വഖഫാണോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി വിധിയാണ് അന്തിമമാകുക. ഭൂമി അന്യാധീനപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ഫറൂഖ് കോളേജ് ഏറ്റെടുത്ത് താമസക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് വഖഫ് ബോർഡിൻ്റെ നിലപാട് എന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്ന് വെച്ചാൽ മുനമ്പം ഭൂമി വഖഫാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു വഖഫ് ബോർഡ്. നേരത്തെ ഈ ഭൂമിയുടെ അവകാശം ഫറൂഖ് കോളേജിനാണ്. ഫറൂഖ് കോളേജ് അത് വഖഫിന് കൈമാറിയിരുന്നു. എന്നാൽ ഇന്ന് ഫറൂഖ് കോളേജ് പറയുന്നത് അത് വഖഫ് ഭൂമിയല്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വഖഫ് ഭൂമിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ പ്രകാരം സുപ്രീം കോടതിയുടെ വിധിയും കൂടിയുണ്ട് അക്കാര്യത്തിൽ. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഭൂമി. ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അവകാശം വഖഫ് ഏറ്റെടുത്തിരിക്കുന്നു 404 ഏക്കറിൻ്റെ. എന്ന് വെച്ചാൽ ഏകദേശം 200ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും വഴിയാധാരമായി എന്നർത്ഥം. ഈ ഭൂമിയെ ചൊല്ലി വലിയ രാഷ്ട്രീയ തർക്കവും ഉണ്ടായിരുന്നു. BJP സമരത്തിൽ പങ്കെടുക്കുകയും സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരും എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ നിയമം കൊണ്ടുവന്നു, അത്
ഇവർക്ക് രക്ഷയായില്ല എന്നതായിരുന്നു. സമരം ചെയ്യുന്ന ഭൂമി വാങ്ങിയവർക്ക് 200ഓളം കുടുംബങ്ങൾക്ക് രക്ഷയായില്ല. 50ഓളം പേർ BJP-യിൽ ചേരുകയും മെമ്പർഷിപ്പ് സമരപ്പന്തലിൽ വെച്ച് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവസാനം BJP എല്ലാം ഉപേക്ഷിച്ച് പുറകോട്ട് പോകുന്ന കാഴ്ച നാം കണ്ടതാണ്. UDF-ഉം അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി, LDF-നെതിരെ വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റി. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തി. അതിനുവേണ്ടി എന്ന് വെച്ചാൽ പാണക്കാട് സാദിഖ് തങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഭൂമി വഖഫല്ല എന്ന്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പാണക്കാട് സാദിഖ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സമരപ്പന്തൽ സന്ദർശിക്കുകയും സമരക്കാർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തത് നാം കണ്ടു. രാഷ്ട്രീയമായി LDF-നെതിരെ ഒരു വലിയ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചു മുസ്ലിം ലീഗും. അതിലൂടെ ക്രൈസ്തവ വോട്ട് സമാഹരിക്കാൻ UDF നടത്തിയ ശ്രമവും ഇതെല്ലാം ഇപ്പോൾ ഇതാ പൊളിഞ്ഞ് താഴെ വീണിരിക്കുന്നു. ഇപ്പോൾ ഭൂമിയുടെ അവകാശം പൂർണ്ണമായും വഖഫ് ഏറ്റെടുത്തിരിക്കുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തകിടം പറഞ്ഞിരിക്കുന്നു. UDF-ന് അധികാരം കിട്ടി 10 മിനിറ്റല്ല ദിവസങ്ങൾ കഴിഞ്ഞു. ഇതുവരെയും വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല UDF-ന്. 10 മിനിറ്റ് മതി, എല്ലാം തീർത്തു തരാം എന്ന് പറഞ്ഞ VD സതീശൻ ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം അധികാരം കിട്ടിക്കഴിഞ്ഞു, മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്തും പറയും, എന്തും ചെയ്യും എന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 5 വർഷം VD സതീശൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പറഞ്ഞതെല്ലാം വിഴുങ്ങുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വഴി. എത്ര കാലം അദ്ദേഹം പറഞ്ഞതെല്ലാം വിഴുങ്ങി മുന്നോട്ട് പോകും എന്ന വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത, മുനമ്പം വഖഫ് ഭൂമിയുടെ പൂർണ്ണമായ അധികാരം വഖഫ് ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നു. വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ്. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനെ ആ വഴിക്കൊന്നും ഇപ്പോൾ കാണാനേയില്ല.